ഇവിടെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്ന പാർവതിയുടെ ഭർത്താവ് ആരാണെന്നാ ചോദിച്ചത്. അത് ഞാനല്ല. ആ ചേരാത്ത വിഗും വെച്ചാ സൈഡിൽ കിടക്കുന്നില്ലേ അവനാ. എന്നാ അയാളോട് പറഞ്ഞേര് പാർവതിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുപോയി വാർഡിൽ കിടത്താൻ. ഇല്ല ഞാൻ പറയത്തില്ല. അതെന്താ? ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി വിചാരിക്കും എനിക്ക് എന്തെങ്കിലും വേറെ ദുരിശോധം കാണുമെന്ന്. ഞാൻ പറഞ്ഞില്ല. ഇയാളൊന്ന് പറയണോ അങ്ങോട്ട്? പിന്നെ ഞാൻ പറയാം, നിങ്ങൾക്ക് വേണം നിങ്ങൾ പോയി പറയേ. എടാ എനിക്ക് അങ്ങോട്ട് പോയി പറയാൻ പറ്റത്തില്ല. എന്റെ കാലിൽ ആമവാദമാ. അയ്യോ, അപ്പൊ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഭയങ്കര സഹായമായിരിക്കുമല്ലോ. അതെന്താ? ആമ വളർത്തുന്നൊക്കെ സഹായമുണ്ട്. താനേതാ അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? എടാ എന്റെ ഈ വെള്ള സാരി കണ്ടറിഞ്ഞൂടാ ഞാൻ ഇവിടുത്തെ നേഴ്സാണെന്ന്. അങ്ങനെയാണ് ഇവിടെ കാറ്ററിങ്ങിന് വാങ്ങാൻ പോണ പെണ്ണുങ്ങൾ വെള്ള കോട്ടിരുന്നല്ല എന്നും പറഞ്ഞവര് ഡോക്ടർമാരാ. ഞാനല്ല ചോദിച്ചത്, താൻ എന്തിനാ ഈ ബെഡിൽ കയറി കിടക്കുന്നത്? ഞാൻ ബെഡിൽ കയറി കിടക്കും. ഞാൻ കൂടുതൽ വളച്ചെടുത്താൽ കത്തി വളച്ചാൽ എറിഞ്ഞാണ്. എന്തുകൊണ്ടാ ഇത്? ഞാൻ ഗുണ്ടയാണ്. ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കത്തി കൊണ്ട് നടക്കുന്ന. താൻ മര്യാദയ്ക്ക് മാറ്റിക്കേ. ഇത് നമ്മുടെ ഡോക്ടർ ഭയങ്കര ദേഷ്യക്കാരനാ. തിന്നുകളായി. കത്തിയോ? കുഴപ്പമില്ല, ഒരു 1/2 കിലോ പാളയത്തോളം പഴം കൂടെ തിന്നാൻ പറ. വെളുപ്പാങ്കാലത്ത് എനിക്ക് എന്റെ കത്തി വേണം. എന്റെ പെണ്ണുമ്പോൾ ഞാൻ കൊല്ലം തുളസിയുടെ ഭർത്താവാന്ന്. കൊല്ലം തുളസിയുടെ ഭർത്താവോ? അതല്ലെന്ന് പറഞ്ഞ പിന്നെ കൊല്ലത്തുനിന്ന് തിരുമാൻ കൊണ്ടുവന്ന തുളസി എന്റെ ഭാര്യ, ഭർത്താവ് ഞാതാ. ഞങ്ങളുടെ ബെഡ് അതാ ഇവിടെ കിടക്കുന്നേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. എനിക്ക് തുളസിയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. തരാം. കല്യാണത്തിന് മുമ്പുള്ള വേണോ അത് കഴിഞ്ഞുള്ള ഏതാ? അല്ല പറഞ്ഞു എന്റെ. അതല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തുളസിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഞാനുമായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ സർലക്കയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങളുണ്ടാവും. സെർലാക്കോ? അത് കുട്ടികൾ കുടിക്കുന്ന പാൽപ്പൊടിയല്ലോ. സെർലാക്കല്ലെന്ന്. പിന്നെ എന്റെ മൂത്ത ചേച്ചി സർലക്കയായിട്ട് അവിടെ വായിക്കാതാണ് ആ കടയിൽ കിടക്കത്തില്ല. എവിടെയാണ് അതിന്റെ അപ്പുറം. അങ്ങനെ അവര് തമ്മിൽ വിഷയങ്ങളുണ്ട്. ഞാനുമായിട്ട് അങ്ങനെ വിഷയങ്ങളൊന്നും. അതല്ല ഞാൻ ചോദിച്ചത്, തന്റെ ഭാര്യ വീണിട്ടുണ്ടോ? കൊള്ളാം. ഞാൻ അവരുടെ വീട്ടിൽ പെയിന്റിങ്ങിന് പോയപ്പോ ഇങ്ങനെ ഒന്ന് കാണുന്നപ്പോ എനിക്ക് അപ്പോഴേ വീണാ. വേറെ പലവന്മാരും കാണിച്ചിട്ടുണ്ട് വീണത്തില്ല, പക്ഷെ എനിക്ക് വീണിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, തന്റെ ഭാര്യക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് അവക്കുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ന്യൂമോണിയയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്തോ ബുദ്ധിമുട്ട്? പഠിപ്പിക്കുന്ന സാറ് ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ചോദിച്ചു. അപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തന്റെ കാര്യമല്ല ചോദിച്ചത്, തന്റെ ഭാര്യക്ക് ന്യൂമോണിയ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോന്നാ ചോദിച്ചത്. കാണും. അവളും പഠിച്ച കൊച്ചല്ലേ, അവരോടും ചോദിച്ചു കാണും സ്പെല്ലിംഗ്. അവർക്കും ബുദ്ധിമുട്ട് കാണും. അത് ഇതാ നമുക്കെന്നല്ല, ഈ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ആരോട് ചോദിച്ചാലേ അവർക്ക് ബുദ്ധിമുട്ട് കാണും. ഇത് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ, ഡോക്ടർ KS പ്രസാദ്. ആ സാറിനാണ്. സാറ് അറിയാവോ സാറേ ന്യൂമോണിയയുടെ സ്പെല്ലിംഗ്? ഇല്ല. അതാ ഞാൻ പറഞ്ഞ ആർക്കാലും ബുദ്ധിമുട്ട്. ഡോക്ടറോട് പോയി സംസാരിക്കാൻ പോകും. പിന്നെ എനിക്ക് ഡോക്ടറോട് സംസാരിക്കണ്ടേ? എന്റെ പെണ്ണുമുളെ അകത്തിട്ട് തിരുമുന്ന ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ പെണ്ണിന്റെ അതായത് തുളസിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. കാൽസ്യത്തിന്റെ കുറവുണ്ട്. എന്തെന്നറിയോ, ഞാൻ ഇവളോട് സദാസമയം പറയും ആ ഫ്ലവേഴ്സിൽ ഐറ്റം വേറെ ഒക്കെ എടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറയും. താൻ എന്തോടെ ഈ പറഞ്ഞു വരുന്നത്? അല്ല, അവർക്ക് എന്തോ ഹാസ്യത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. കാൽസ്യത്തിന്റെ കുറവാ? എന്തോത്തിന് വേണ്ടിട്ടാ സംസാരിക്കുന്ന കാര്യമുണ്ടോ? നമ്മൾ പഠിച്ചതല്ലേ. ഞാൻ കുറയ്ക്കുന്നത് താൻ കണ്ടില്ലായിരുന്നോ? ഇതൊരു ആശുപത്രി, ആദ്യം അത് മനസ്സിലാക്കുക. ആശുപത്രി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. മറ്റുള്ള രോഗികൾ കിടക്കുന്നത് കണ്ടില്ലേ? ഞാനാണോ മൈനി കിടന്ന് വേളം വെക്കുന്നത്? ഈ കറുകലയല്ലേ കിടന്ന് വേളം? ഞാൻ വല്ലോ മിണ്ടിയ ഞാൻ എന്റെ പെണ്ണുമുളെ അകത്ത് തീരുമാനിക്കട്ടെ. ഞാൻ ഒന്നും മിണ്ടത്തില്ല. ഞാൻ ഇവിടെ ഇത് എന്തൊരു നാക്ക്, ഇവിടെ ഇത് എന്തൊരു നാക്ക്, ഇവിടെ കഴുത്തിന് ചുറ്റും നാക്ക്. ഇല്ലല്ലേ, ഇത് എന്തൊരു പെണ്ണ്. നമ്മളുമൊക്കെ പെണ്ണുങ്ങൾ തന്നെ. നമ്മളൊക്കെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളത് തന്നെ. എന്തുവാ ഇത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന രോഗിയുടെ ഭർത്താവാ. ഇതിന് ഗുണ്ടയും അങ്ങനെയൊക്കെ ദേഷ്യപ്പെടണ്ടായിരുന്നു. ആപ്പ് പറ. അതെ താൻ എന്താണോ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? ഈ കട്ടിലിൽ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്. ആരും മിണ്ടുന്നത്? ആരാ നിങ്ങളെ കിടന്ന് ചലിക്കുന്നത്? ഞാനല്ലേ കിടന്ന് ചലിക്കുന്നത്? ഇവിടെ ആരും മിണ്ടിയില്ല. അറുകൊലേ ഇവിടെ ആരും മിണ്ടിയില്ല. ഞാൻ എന്നോട് പറഞ്ഞതാ എന്റെ ഈ സ്വഭാവത്തിൽ എന്റെ കൊച്ച പൊങ്ങും. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചതാ. കേട്ടല്ലോ? അവര് കിടന്ന് നലയ്ക്കോ എന്നിട്ട് എന്റെ തോള കയറാൻ പറ്റുമോ? ഇതെന്തോ ഒരു പെണ്ണുമുള്ളയാണോ ഇത്? ഹലോ, രാമേന്ദ്രൻ മാഷാണേ. ഞാനിവിടെ ആശുപത്രി വന്നതാ. തിരുമ്മി ഒരു പ്രാവശ്യം തിരുമ്മി 1 മണിക്കൂർ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ പോണ് ഈ കട്ടിലെല്ലാം ഈ 2 പേരാണ് കിടക്കുന്നത്. ഒരു രക്ഷയില്ല. എത്രയോ പഠിപ്പിച്ച പിള്ളേർ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഞാൻ ആരെയും കണ്ടില്ല. ഒന്നിരിക്കണം, കാല് കഴിച്ചിട്ട് പാടില്ല. കാലങ്ങ് കഴിച്ചൊടിയുക. ഇവിടെ ഒരു പേട്ടയിൽ ഒരാളെ കിടക്കണുണ്ട്. ഞാനൊന്ന് സൈഡിലൊന്ന് ഇരിക്കട്ടെ. എന്നാൽ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. കാല് വയ്ക്കുന്നേ. പിന്നാരെ പൊന്നല്ലേ മിന്നാ മിന്നി പെണ്ണല്ലേ, ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാവാടി പെണ്ണല്ലേ. മാഷ 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 മാഷ
നല്ലത് ഷാബ 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 അങ്ങനെ. അതല്ല, ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ചെവിക്ക് പിടിച്ചിട്ടുണ്ട്, പുറം വഴി അടിച്ചിട്ടുണ്ട്, കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. ഏത് കൊട്ടേഷൻ സംഘത്തിലായിരുന്നു? കൊട്ടേഷനോ? സ്കൂളിൽ പഠിപ്പിക്കുന്ന മാഷ രാമേന്ദ്ര മാഷ്, തിരുവാമ്പാടി സ്കൂളിൽ. എന്റെ മാഷേ. ആ Oh